ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി ഇനി വേദക്കിനി അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേദയുടെ കയ്യിൽ ആ ഒരു പണക്കിഴി കിട്ടാൻ വേണ്ടി വരികയാണല്ലോ. 13 രൂപ എത്രയായിട്ട് കിട്ടുന്ന സമയത്ത് വേദ അത് തട്ടി മാറ്റുന്നുണ്ടല്ലോ. എന്നാൽ ഈ സമയം ഓരോരോ ആചാരങ്ങളുമായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേദ വഴക്ക് പറയുക കേട്ടോ. ഇതേ സമയം നന്ദിനി ആ തട്ടിയ പണക്കിഴികളെല്ലാം പെറുക്കി ഉണ്ടാക്കി നന്ദിനി എന്ത് ചെയ്യുന്നു, തൻ്റെ കയ്യിൽ തന്നെ കെട്ടാണ് കേട്ടോ. ഈശ്വര, മേഡത്തിന് യാതൊരു കുഴപ്പമുണ്ടാവരുതേ, അതിൻ്റെ ബുദ്ധിമോശം കൊണ്ട് ചെയ്തതാണ്, അതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമുണ്ടാവരുതേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തൻ്റെ കയ്യിൽ കെട്ടുന്നത്. അങ്ങനെ ഈ ഒരു പണക്കിഴി കിട്ടിയതിന് ശേഷം നന്ദിനി പോവുകയാണ്. പിന്നീടാണെങ്കിലോ വേദയാണെങ്കിലോ ഇവരുടെ ഓരോ കാട്ടിക്കൂട്ടലുകൾ കണ്ട ദേഷ്യം പിടിക്കും. ഇവർക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ലേ, എൻ്റെ അമ്മ എവിടെ, എൻ്റെ ചേച്ചി എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരാരും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയാം കേട്ടോ. ഇതേ സമയം നന്ദിനി ചെന്നിട്ട് ഇങ്ങനെ കുളിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അത് ചെന്ന് ഇന്ദ്രജയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് യതീന്ദ്രൻ ചെന്നിരിക്കുകയാണ്. ഇന്ദ്രജയോടല്ല, പത്മയോട് സംസാരിക്കാൻ വേണ്ടി യതീന്ദ്രൻ ചെന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ യതീന്ദ്രൻ, പത്മേ, ഇന്ന് നിന്നോടൊരു കാര്യം പറയാനാണ് വന്നത്. നീ ഇന്ന് ഓഫീസിലോട്ട് പോകുന്നില്ലേ? അത് കേട്ടോട് തന്നെ നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? ഇന്ന് ഞാൻ ഓഫീസിലോട്ട് പോകുന്നില്ല. മനുഷ്യൻ ഓഫീസെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം തലവേദനിക്കുന്നു. അത് കേൾക്കുമ്പോൾ അതെന്താ നിനക്ക് തലവേദന? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഒന്നും ഉണ്ടാവാഞ്ഞാൽ മതി. ഇപ്പോൾ വേദ എന്തുമാത്രം അനുഭവിക്കുന്നു. പാവം എൻ്റെ കുട്ടി ചിക്കൻ ബോക്സ് വന്നിട്ട് എത്രമാത്രം അനുഭവിച്ചു. അതുപോലെ ഇനി ഇന്ദ്രജയ്ക്കൊന്നും ഉണ്ടാവരുത്. നിങ്ങളാരും എന്താ വേദയുടെ അടുത്തോട്ട് പോവാത്തത്? ഇതെന്താ നിങ്ങളുടെ സംസാരം കേട്ടാൽ ഞാനും അവളും പോയിട്ട് ഞങ്ങൾക്ക് ഈ അസുഖം വരണമെന്നുള്ളൊരു പ്രാർത്ഥന പോലെ ഉണ്ടല്ലോ. എന്നാലും നിൻ്റെ മകളല്ലേ, അതെനിക്ക് നന്നായി അറിയാം. എൻ്റെ മക്കൾക്ക് അസുഖം വന്നാൽ നോക്കാനൊരു വേലക്കാരി പെണ്ണുണ്ട്. അവൾക്ക് അത് മാറിയതിന് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കൂ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിക്കണം. ഞാനത് പറയാനല്ല വന്നത്, ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്. നിന്നോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ കുറച്ച് സമയം മുന്നേ നന്ദിനിയെ കണ്ടിരുന്നു. അത് കണ്ട ഉടനെ ഒരു വേലക്കാരി പെണ്ണിനെ നിങ്ങൾ അമേരിക്കയിൽ വെച്ചിട്ടാണ് കണ്ടത്. നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ എന്ന് പത്മ പറയാണ്. അത് കേട്ടോണ്ട് തന്നെ എന്നാ വേണ്ടെങ്കിൽ വേണ്ട, നിൻ്റെ മകളുടെ കാര്യമായിരുന്നു, ഇനി ഞാൻ പോട്ടെ, പറയാൻ വന്ന് തുലക്ക് എന്നങ്ങ് പറയാൻ കേട്ടോ. ഇത് കേട്ടോടെ തന്നെ യതീന്ദ്രൻ പറയണേ, ഞാൻ നന്ദിനിയെ കണ്ടിരുന്നു. അപ്പം നന്ദിനിക്ക് ഇന്നിപ്പോൾ ഫസ്റ്റ് കുളിപ്പിക്കാം എന്ന് പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ. ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടിയിട്ട് കുളിപ്പിക്കാല്ലേ, അതുകൊണ്ട് നീ നിൻ്റെ മകളെ കുളിപ്പിക്കാനുള്ള ആ ചടങ്ങുകൾ നോക്കിക്കോ എന്ന് പറയാണ്. അത് കേട്ട ഉടനെ പത്മ പറയാണ്, അതിങ്ങനെ നടക്കും? ഞാനെങ്ങനെ കുളിപ്പിക്കും? എനിക്കിങ്ങനെ കുളിപ്പിക്കാൻ അറിയാം, അതിൻ്റെ ചുറ്റുവട്ടങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ എന്നാൽ ആരെങ്കിലും വിളിച്ചു വരുത്തിക്കോ, അതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന നന്ദിനി എന്തിനാ? നിനക്ക് ആവശ്യം വരുമ്പോൾ നന്ദിനിയെ ഉപയോഗിക്കുക, അത് കഴിഞ്ഞാൽ വലിച്ചെറിയുക. ഈ വൃത്തികെട്ട സ്വഭാവം ഇനിയെങ്കിലും നിർത്തിയേക്ക്. നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾക്ക് മാത്രം നന്ദിനി വേണം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്ദിനി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞങ്ങൾ എന്താ വേണ്ടത്? ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് നന്ദിനി വേണ്ട എന്ന് പറഞ്ഞാൽ അവളിവിടുത്തെ വേലക്കാരിയല്ലേ, മാസ ശമ്പളക്കാരിയല്ലേ, അതൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് എന്തൊക്കെയാണ് പറയാൻ കേട്ടോ. അത് കേട്ട ഉടനെ വെറുതെ നീ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് സൂര്യയുടെ വായിൽ നിന്നുള്ളത് കേൾക്കാൻ നിൽക്കണ്ട. അവൾ സൂര്യയുടെ ഭാര്യയാണെന്ന് സൂര്യ പലവട്ടം എൻ്റെ ഭാര്യ എന്ന് ഉച്ചരിക്കുന്നത് വെറുതെ എന്നല്ല, അത് സൂര്യ ഉച്ചരിക്കുന്നതല്ല. പിന്നെ ആര് പറയണം? അവളുടെ ഭർത്താവ് അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ അവകാശമൊന്നും അവൾക്ക് വേണ്ട. അതുകൊണ്ട് നീ ഒന്ന് നിർത്തിക്കോ. ഇപ്പം നിൻ്റെ മകളുടെ കാര്യമാണ്, നിൻ്റെ മകളെ കുളിപ്പിക്കണം. അപ്പോൾ അവളെ ചെന്ന് ഒന്ന് കണ്ടിട്ട് നിൻ്റെ മകളെ കുളിപ്പിക്കാൻ എന്തെങ്കിലും നീ പറഞ്ഞു നോക്കൂ. അത് നിങ്ങൾ പറഞ്ഞാൽ പോരെ? നിൻ്റെ മകളുടെ കാര്യം വേണമെങ്കിൽ പറഞ്ഞോ, എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനിയാണെങ്കിലോ പുറത്ത് ഇങ്ങനെ വെള്ളം ചൂടാക്കിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പത്മയും അതുപോലെ യതീന്ദ്രനും കയറി വരികയാണ്. നന്ദിനി, നീ എന്തെവിടെ കാണിക്കുന്നത്? അത് വേദാമേഡത്തിന് ഇങ്ങനെ മഞ്ഞവെള്ളം കലക്കി അതിൽ ആര്യവേപ്പ് ഇട്ടിട്ടൊന്നും വേദാമേഡത്തിന് കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ. വേദാമേഡത്തിന് അതൊന്നും ഇഷ്ടമല്ലല്ലോ, തണുപ്പുള്ള വെള്ളത്തിൽ കുളിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് വേദാമേഡത്തിനെ കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കുകയാണ്. അത് കേൾക്കുന്ന പത്മ, എന്തൊരു സന്തോഷം, പറയാനില്ല. അങ്ങനെ നന്ദിനി ഇത് ചൂടാക്കുന്നത് കാണുമ്പോൾ എന്നാൽ ശരി, നീ എന്തായാലും അവളെ കുളിപ്പിക്കാനുള്ളത് നോക്കിക്കോ, ഞങ്ങളപ്പുറത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പം നന്ദിനിയുടെ കയ്യിൽ ഈ വേദക്ക് കിട്ടിയ ആ ഒരു പണക്കിഴി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാരും ശ്രദ്ധയിൽ പെടുന്നില്ല. പിന്നീടാണെങ്കിലോ
അവരങ്ങ് പോവുകയും നന്ദിനിയാണെങ്കിലോ വേദയുടെ അരികിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ വേദയാണെങ്കിലോ പാട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ശല്യം വീണ്ടും വന്നല്ലോ എന്ന് വേദ പറയാണ്. അത് കേട്ടോടെ തന്നെ നന്ദിനി പറയണം, നന്ദിനി വന്നത് വെറുതെ ഒന്നല്ല, വേദ മാഡം നിങ്ങളെ കുളിപ്പിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് നിങ്ങളെ കുളിപ്പിക്കേണ്ട ദിവസമാണെന്ന് എന്തൊക്കെയാണ് നീ പറയുന്നത്? അതെ, ഇന്ന് നിങ്ങളെ കുളിപ്പിക്കണം, ആ ചടങ്ങ് കഴിക്കണം. അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ ഞാൻ പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഒന്ന് വരൂ. നീ എന്നെ കുളിപ്പിക്കണ്ട, എൻ്റെ അമ്മയും ചേച്ചിയും വിളിക്ക്. അവരൊന്നും ഈ വഴിക്ക് വരത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. നീ വായോ, നിന്നെ ഞാൻ കുളിപ്പിച്ച് തരാം എന്ന് പറയട്ടോ. അത് കേട്ട ഉടനെ എൻ്റെ മേല് വല്ലാതെ സ്വാതന്ത്ര്യം എടുക്കല്ലേ, നീ ഒന്ന് പോകുന്നുണ്ടോ? പ്ലീസ് മാഡം, മാഡത്തിനെ ഇന്ന് കുളിപ്പിക്കണം, അതിൻ്റേതായ ശുദ്ധി വരുത്തണം. ഇത് അങ്ങനെയുള്ള ഒരു അസുഖമാണ്. അതുകൊണ്ട് മാഡം വാ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ കെഞ്ചി വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ കെഞ്ചി വിളിച്ചും കൊണ്ട് നന്ദിനി വേദയെ കൊണ്ടുപോവാണ്. പിന്നീട് വേദയെ അവിടെ ഒരു സ്റ്റൂളിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ ചെയ്യുന്നത് പോലെ നന്ദിനി എല്ലാ കാര്യങ്ങളും വേദയ്ക്ക് ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദയുടെ തലയൊക്കെ തോർത്തി വേദയെ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് ആക്കുകയാണ്. പിന്നീട് പൂജാമുറിയിൽ കൊണ്ടുപോയിട്ട് വേദയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്. ഈ സമയം വേദയാണെങ്കിലോ വല്ലാത്തൊരു ശല്യത്തിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചാണ് വേദ നന്ദിനിയെ ഒരുതരം ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെയാണ് കേട്ടോ നോക്കുന്നത്. അങ്ങനെ ഈ ഒരു പ്രസാദമൊക്കെ നെറ്റിയിൽ ഇട്ട് കൊടുത്ത് വേദയെ പറഞ്ഞു വിടണം കേട്ടോ. ഇതേ സമയം നന്ദിനി എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം നന്ദിനി കോഫിയുമായി യതീന്ദ്രൻ്റെയും അതുപോലെ തന്നെ പത്മയുടെയും മുന്നിലോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ആ സമയം ഈ കോഫിയുമായി വരുന്ന സമയം തന്നെ സത്യം പറഞ്ഞാൽ ദേഷ്യത്തിലാണ് കേട്ടോ ഈ പത്മ ഇരിക്കുന്നത്. അങ്ങനെ ഈ കോഫി കൊണ്ടു കൊടുക്കുന്ന സമയത്ത് എന്തായി എന്ന് ചോദിക്കുകയാണ് ഈ യതീന്ദ്രൻ പത്മയോട്. വേദയെ കുളിപ്പിക്കൽ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ഫസ്റ്റ് തണ്ണി ഊറ്റി, ഫസ്റ്റ് വെള്ളം ഒഴിച്ചു, ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഇനിയിപ്പോൾ 2 പ്രാവശ്യം കൂടി കുളിപ്പിക്കാനുണ്ട്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. വേദ മേഡത്തിനെ കുളിപ്പിച്ചു, പൂജാമുറിയിൽ പ്രാർത്ഥിക്കൽ കഴിഞ്ഞ് റൂമിൽ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയമാണ് യതീന്ദ്രൻ്റെ കണ്ണിൽ ഈ മഞ്ഞക്കെട്ട് കാണുന്നത് കേട്ടോ. ഇതെന്താ നിൻ്റെ കയ്യിൽ ഈ കെട്ട് എന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് നീ എൻ്റെ കയ്യിൽ നിന്നും 13 രൂപ എത്രയായിട്ട് വാങ്ങിയിട്ട് നീ വേദയുടെ കയ്യിൽ കെട്ടണം എന്ന് പറഞ്ഞിട്ടല്ല കൊണ്ടുപോയത്, ഇതിപ്പോൾ എന്താ നീ കെട്ടിയിരിക്കുന്നു. അത് കേട്ടോടെ തന്നെ നന്ദിനി പറയണ്, അത് പിന്നെ സാർ വേദ മേഡം ഇത് കെട്ടാൻ കൂട്ടാക്കിയില്ല. അവൾ കൂട്ടാക്കിയില്ലെന്നോ? അതെ, അവൾ കൂട്ടാക്കിയില്ല. പത്മക്ക് ചിരി വരികയാണ് കേട്ടോ. എന്താ അവൾ കൂട്ടാക്കാത്തത്? ഇതൊരു നേർച്ച പണമല്ലേ, ഇത് കെട്ടേണ്ടത് അവളുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ, അവളുടെ കയ്യിൽ ഇത് കെട്ടേണ്ടേ. സാർ, ഞാനിത് കെട്ടാൻ വേണ്ടിയിട്ട് മാഡത്തിൻ്റെ റൂമിലോട്ട് ചെന്നപ്പോൾ മാഡത്തിൻ്റെ കയ്യിൽ ഇത് വെച്ച് കെട്ടാൻ ഒരുങ്ങുമ്പോൾ മാഡം അത് തട്ടിത്തെറിപ്പിച്ചു എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന പത്മ പുഞ്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം ഉടൻ തന്നെ യതീന്ദ്രൻ പറയണേ, നീ എന്താ പത്മ ഇതൊക്കെ കേട്ടിട്ട് പുഞ്ചിരിക്കുന്നത്? ഇതൊരു നേർച്ചപ്പണമാണ്, ഇതൊക്കെ ഒരു ഭക്തിയാണ്. ഈ ഭക്തി പോലെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നിൻ്റെ മകൾക്കായിരിക്കും വരുന്നത്. അത് കേൾക്കുന്ന പത്മ പറയണ്, ഒരു മഞ്ഞത്തുണിയിൽ ഇങ്ങനെ കുറച്ച് പണം കെട്ടിയിട്ട് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് എന്ത് വരാനാണ്? ഒന്നും വരില്ല. ഇവളുടെ ഒരു അന്തമില്ലാത്ത നാട്ടിൽ, അതായത് വെളിച്ചം വെക്കാത്ത ആ നാട്ടിൽ ജീവിക്കുന്ന ഇവളെ പോലെയുള്ള ആളുകളുടെ ഓരോ ആചാരത്തിനനുസരിച്ച് ഞാനും എൻ്റെ മകളും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പത്മയെ വാ അടയ്ക്കേണ്ടതല്ല, പറയുന്നത് കറക്റ്റ് തന്നെയല്ലേ. എന്നും ഇങ്ങനെ ജീവിക്കുന്ന നാട്ടുകാരുടെ അന്ധവിശ്വാസത്തിനനുസരിച്ച് കൂട്ടു നിൽക്കാൻ അതൊക്കെ എന്നെക്കൊണ്ടും കഴിയില്ല. അപ്പോൾ യതീന്ദ്രൻ പറയണം, മോളെ നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ, അവൾ കെട്ടാൻ തടഞ്ഞെങ്കിൽ നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ, ഞാൻ കെട്ടിക്കൊടുത്തിരുന്നില്ലേ എന്ന് പറയട്ടോ. ആ സമയം ഉടൻ തന്നെ അയ്യോ, അത് വേണ്ട, പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കെട്ടി, ഇത് വേദ മേഡത്തിന് വേണ്ടി ഞാൻ കിട്ടിയതാണെന്ന് പറയും കേട്ടോ. ആ സമയം കാണാം ഇന്ദ്രജ മമ്മീ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ പത്മ ഞെട്ടലോടുകൂടി നീക്കുകയാണ്. എന്താടി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മമ്മി, നമ്മുടെ വേദയുടെ കൈക്ക് തീരെ സുഖമില്ല, കൈ വലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അതൊക്കെ അറിയുന്നു. ഭയങ്കര കരച്ചിലാണ്, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. മമ്മി ഒന്ന് ഓടിവായോ, എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. അത് കേട്ടിട്ട് സൂര്യ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ സൂര്യ പറയണം, അവനവൻ ചെയ്ത ശിക്ഷയ്ക്കുള്ള
അവനവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ മകൾക്ക് ആവശ്യം വരുമ്പോൾ എൻ്റെ ഭാര്യയെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾ അവളുടെ തനി സ്വഭാവം കാണിച്ചു. അപ്പോൾ നന്ദിനിക്കുള്ളിൽ പേടി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും മമ്മി ഒന്ന് വായോ, വേദയുടെ കരച്ചിൽ കണ്ടിട്ട് എൻ്റെ നെഞ്ചിടിക്കുന്നു. മമ്മി ഒന്ന് വാ, അവളുടെ കൈക്ക് എന്തോ വേദന. അങ്ങനെ ഇവരെല്ലാവരും കൂടി വേദയുടെ അടുത്തോട്ട് ഓടുമ്പോൾ നന്ദിനിയും ഓടാൻ ഒരുങ്ങുമ്പോൾ സൂര്യ നന്ദിനിയുടെ കൈ അങ്ങ് കയറി പിടിക്കാൻ കേട്ടോ. അതെ, ഇപ്പോൾ കേട്ടതെന്താ, ഇപ്പോൾ അവർ പറഞ്ഞതെന്താ, അതെല്ലാം ഞാൻ കേട്ടു. അവരുടെ വായിലുള്ളത് നീ ഇങ്ങനെ കേൾക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ ഒരു നാണും മാണും മനുഷ്യനായാൽ വേണം. ഒരാൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും നന്ദിയില്ലെന്ന് കണ്ടാൽ പിന്നെ ചെയ്തു കൊടുക്കാൻ പോവരുത്. അത് അവനവൻ്റെ മനസ്സിൽ തോന്നേണ്ടതാണ്. അല്ലാതെ കണ്ട് ഇതൊന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. നീ എന്താ നന്ദി ഇങ്ങനെ ആയിപ്പോയത്? നിന്നോട് എത്ര തവണ പറഞ്ഞിരുന്നു? അവർക്ക് നീ ചെയ്തു കൊടുക്കുന്ന എന്തെങ്കിലും അവർ നല്ല കാര്യമായി സമ്മതിക്കുന്നുണ്ട്? ഇല്ല, അതിനെല്ലാം കുറ്റമാണ്. ഇനി അവരുടെ മകൾക്ക് വേദനയോ എന്തോ വന്നോട്ടെ, അതെല്ലാം സൂര്യ സാർ ഏതുമല്ല, എനിക്കൊരു കോഫി ഇങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ കൊണ്ടുപോകണം കേട്ടോ. ഇതേ സമയം വേദയാണെങ്കിലോ കൈവലിക്കുന്നു. എൻ്റെ കൈ എനിക്കൊന്നും തൊടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരയാണ്. സംഭവം ദൈവത്തിൻ്റെ കോപം വേദയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അതായത് ആ കയ്യിൽ ആ കിഴി കെട്ടിക്കാനുള്ള ആ ഒരു വേദനയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ.